ഹലോ ഗായ്സ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആദിലയും നൂറയും അനിമോളുടെ കൂടെ കൂടുന്നതും അതിനുശേഷം രാത്രിയാകുമ്പോൾ അനിമോളെ രാത്രിയിൽ ഇരുന്ന് രണ്ടുപേരും കൂടി അനിമോളെ കുറ്റം പറയുന്നതും ഗെയിംസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യുന്നതും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇത് അനിമോൾ അറിയാതെ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊരു ശ്രദ്ധേയമായ കാര്യമാണ്. അനിമോൾ വിചാരിക്കുന്ന ഇവർക്ക് ഭയങ്കര സ്നേഹമാണ്, ഇവർ ഭയങ്കര ജെനുവിനാണ് എന്നുള്ളത് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അനിമോൾ അറിയാതെ തന്നെ അനിമോളെ മോശമാക്കാം, പ്രേക്ഷകർക്ക് അനിമോൾ മോശമാണ് എന്നുള്ള മെസ്സേജ് എങ്ങനെ കൊടുക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ് ആദിലയും നൂറയും. അതുപോലെ തന്നെ അനീഷ് ഏട്ടൻ്റെ പുറകിലായിരുന്നു ഇവർ ഓൾറെഡി നേരത്തെ. പക്ഷേ അനീഷ് ഏട്ടനെ തകർക്കാൻ പറ്റുന്നില്ല. കാരണം അനീഷ് ഒന്നാമത്തെ ദിവസം മുതൽ ചെന്നപ്പോഴുള്ള സ്റ്റാൻഡ് തന്നെയാണ് 75ാമത്തെ ദിവസവും. കാരണം പുള്ളിക്ക് ഒരുപാട് മാറ്റങ്ങളൊന്നുമില്ല. കുറച്ച് ഈ റിപ്പറ്റീഷൻ, ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്ന ആ ഒരു പറച്ചിലിൻ്റെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുള്ളതല്ലാതെ പുള്ളി അതുപോലെ തന്നെയാണ്. പുള്ളി എങ്ങനെയാണോ ആദ്യ ദിവസങ്ങളിൽ നിന്നത് അതുപോലെ തന്നെയാണ് പുള്ളി ഇപ്പോഴും നിൽക്കുന്നത്. പുള്ളി പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിനെ തകർക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ഇപ്പോൾ ആദിലയും നൂറയും അടുത്ത് അനിമോൾക്കെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. അത് അനിമോൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അനിമോളെ സംബന്ധിച്ചുള്ള അനിമോൾ വിചാരിക്കുന്നത് ഇവർ ഭയങ്കര സ്നേഹമാണ്, ഇവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്, ഇവർക്ക് ഞാൻ മിണ്ടാതിരുന്നാൽ ഭയങ്കര വിഷമമാവും എന്നൊക്കെയാണ് വിചാരിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇനി അനിമോൾ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴേ നമുക്കറിയാൻ പറ്റും. നമ്മളെ ചിന്തകളാണ് ഇത് കാണുമ്പോഴുള്ള നമ്മളുടെ തോട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇന്നലെ മുഴുവൻ അനിമോള് ഇവരെ ആരെ കൂടെ അധികം മിണ്ടാനായിട്ട് ചെന്നില്ല. പലരും അങ്ങോട്ട് കയറി മിണ്ടുമായിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു അനീഷ് അനിമോളെടുത്ത് ചെന്ന് ബെഡിൻ്റെ ഇപ്പുറത്ത് ചെന്നിരുന്ന അനിമോൾ കിടക്കുന്ന സമയത്തും ഉച്ച സമയത്ത് കിടന്ന സമയത്ത് ചെന്ന് ചോദിച്ചു, എന്താണ് അനിമോൾ കിൽക്കാമ്പെട്ടിയായിട്ട് ഇങ്ങനെ നടന്നതല്ലേ, ഇന്ന് എന്ത് പറ്റി, എന്താണ് മിണ്ടാത്തത്? പിന്നെ അനിമോളുടെ ഭാഗത്തുള്ള തെറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അനിമോളുടെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. കാരണം അനിമോൾ ക്യാപ്റ്റനോട് ചോദിക്കാതെ ഒരുപാട് ഹ്യൂമാനിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മളിതൊരു ഗെയിം ഷോയാണ്. പ്രത്യേകിച്ചും ഇവരൊക്കെ ഒരു നിമിഷം കൊണ്ട് തന്നെ മാറാവുന്ന ആൾക്കാരാണ്. ഇന്നിപ്പോൾ പറയുന്ന ആയിരിക്കത്തില്ല കുറച്ച് നേരം കഴിയുമ്പോൾ പറയുന്നത്. കാരണം ഇവർക്കൊന്നും നമ്മളോടൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. നമ്മുടെ മച്ചാനും മാമായും അല്ലാതെ ചേഴക്കാരനും അല്ലെങ്കിൽ പെങ്ങളും അനിയത്തിയും കൂട്ടുകാരും ഒന്നുമല്ല ഇവരെല്ലാവരും ഗെയിം കളിക്കാമെന്നാണ്. അതേ ഗെയിം സ്പിരിറ്റോടാണ് നമ്മളും കാണേണ്ടത്. അത് മനസ്സിലാക്കാനായിട്ട് അനിമോൾ മറന്നു പോകുന്നുണ്ട് പല സമയത്തും. അനിമോൾ ഭയങ്കരമായിട്ട് വിചാരിക്കുന്ന, അയ്യോ ഞാൻ ഫുഡ് ചോദിക്കുമ്പോൾ എങ്ങനെ അത് കൊടുക്കാതിരിക്കും, അങ്ങനെ അയ്യോ അത് മോശമല്ലേ, അപ്പം മോശമൊന്നും അല്ല എന്ന് അനിമോൾ മനസ്സിലാക്കുന്നില്ല. അതാണ് അനിമോളുടെ ഒരു പ്രശ്നം. അനിമോളോട് ആരിനൊക്കെ ചോദിച്ചൊന്ന് ഫുഡ് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ പറയണം, മാന്യമായിട്ട് പറയണം, ക്യാപ്റ്റനോട് ചോദിക്കൂ. കാരണം ഉണ്ടാക്കിയാലുള്ള പ്രോബ്ലംസ് പ്രത്യേകിച്ചും ആരിനെയും അക്ബറിനെയും ഒരിക്കലും ആരിനെയും എന്നല്ല, തീർച്ചയായിട്ടും ആദില നൂറയെ പോലും 1% പോലും വിശ്വസിക്കാൻ പാടില്ല. അവിടെ ഉള്ളതെല്ലാം കണ്ടസ്റ്റൻറ്റുകൾ മാത്രമാണ്. അവരാരും നമ്മളുമായിട്ട് യാതൊരു തരത്തിലുള്ള റിലേഷനും ഉണ്ടായിട്ടില്ല. നമ്മൾ കരഞ്ഞാലോ നമ്മൾ സങ്കടപ്പെട്ടാലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള നെഗറ്റീവ് പുറത്തേക്ക് പോയാലോ ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ള കാര്യം അനിമോൾ ചിന്തിക്കാതെ അനിമോൾ ആ ഫുഡ് ഉണ്ടാക്കാൻ പോയതും അതിന് തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമായിരുന്നു രാത്രി. അതിനുശേഷം രാവിലെയായി വീണ്ടും മൂന്നാമത്തെ ദിവസത്തെ ടാസ്ക് തുടങ്ങി അനിമോൾ നന്നായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ഓടി നടന്ന കോയിൻസ് ഒക്കെ കളക്ട് ചെയ്തു. സ്ക്രാച്ച് മിനിറ്റ് നല്ല പോയിന്റ് നേടി. അങ്ങനെയാണ് അനിമോൾ 3ാം സ്ഥാനത്തേക്ക് എത്തിയത്. 1ാം സ്ഥാനത്ത് ആര്യൻ, 2ാം സ്ഥാനത്ത് അനീഷ്, 3ാം സ്ഥാനത്തേക്ക് അനിമോളെത്തി. അതിനു മുമ്പ് അനിമോളുടെ ആദ്യത്തെ ദിവസം പാവയൊക്കെ തട്ടിയെടുക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് രാത്രി അതുപോലെ അനീഷ് സംസാരിച്ചു. അനീഷിനെ ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്നൊക്കെ കുറേ നേരം അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് മൈൻഡ് റിലീഫായി യഥാർത്ഥത്തിൽ പറഞ്ഞ അനിമോൾക്ക്. അതിനുശേഷം രാത്രിയായപ്പോൾ തന്നെ അനിമോൾ പുറത്തു വന്നിരുന്നു. അവിടെ അനീഷേട്ടനും സംസാരിച്ചു. അതിനുശേഷം ലക്ഷ്മി സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഷാനവാസൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അനിമോളുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ആദില നൂറ പലതവണ മിണ്ടാൻ ആദില നൂറയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ എന്ത് വേണമെങ്കിലും അനിമോളെ പറയും. വായി തോന്നും. അന്നൊന്ന് പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരും ഹൗസ് മേറ്റ്സും കാണാൻ വേണ്ടിയിട്ട് അനിമോളെ അവർ ചെറിയ കാര്യത്തിന് പോലും വളരെ മോശമായിട്ട് വിമർശിക്കും. അതിനുശേഷം ഇവർ തമ്മിലൊരു ഡിസ്കഷനുണ്ട്, ആദിലയും നൂറയും. അവർ ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ട് വന്നവരെ അവരെന്തിനാണ് വേർപെടുത്തി 2 കണ്ടസ്റ്റൻ്റ് ആക്കിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഒരാളുടെ ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ നഷ്ടപ്പെട്ടത്. ഇവരിപ്പോഴും ഒരുമിച്ച് മടിയിൽ കിടന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന വെറും ചീപ്പ് ഗെയിമാണ് കളിക്കുന്നത്. അവർ ഒറ്റ കണ്ടസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത്. അവരെന്താണ് കളിക്കുന്നത്? പണ്ട് മിഡ് ടൈമിൽ അങ്ങാണ്ട് ഈ ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ ഒരു നെവിൻ പോകുന്ന സമയത്താണ് നൂറയുടെ വായിൽ നിന്ന് ഒരു വാക്ക് വീണത്. നട്ടലുണ്ടെങ്കിൽ ഇറങ്ങി പോടാന്ന് അത് ഓർത്തിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അവരുടെ ഗെയിം എന്താണ്? ലക്ഷ്മി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇവരുടെ ഈ ചീപ്പ് ഗെയിം കാണുമ്പോൾ ഇവരുടെ ഈ വൃത്തികെട്ട സംസാരങ്ങൾ, ബിഹേവിയർ, ഈ
വായിൽ നിന്ന് വരുന്ന വളരെ മോശപ്പെട്ട വാക്കുകളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുവാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവരെയൊക്കെ എങ്ങനെ ഇത്രയും വൃത്തികെട്ട ക്യാരക്ടറുള്ള ഒരു നിമിഷം കൊണ്ട് തന്തയും തള്ളയും തള്ളിപ്പറയാൻ കഴിയുന്ന ഇവരെയൊക്കെ എങ്ങനെ നമ്മൾ വീട്ടിൽ കയറ്റും? ലാലേട്ടൻ കയറ്റിക്കോട്ടെ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ എക്സ്പോസ്ഡ് ആവുകയാണ്. ഇവരെയൊന്നും ലക്ഷ്മി പറഞ്ഞത് കറക്റ്റാണ്. ഇവരെയൊന്നും വീട്ടിൽ കയറ്റാൻ പറ്റുന്ന ബിഹേവിയർ അല്ല, സ്വഭാവമല്ല. അല്ലാണ്ട് അവർ പെണ്ണും കല്യാണം കഴിച്ചത് കൊണ്ടല്ല വീട്ടിൽ കയറ്റാൻ പറ്റാത്തത്. ഇവരൊക്കെ അത്രയ്ക്കും വൃത്തികെട്ട ജലസി, പിന്നിൽ നിന്ന് കുത്തുന്ന ആരെയും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അപ്പാന്ന് വിളിക്കും, അത് കഴിയുമ്പോൾ അടുത്തത് എന്ന് പറഞ്ഞാൽ അപ്പം കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു ചൊല്ലുണ്ട് കേട്ടോ. അതുപോലെയാണ് ഈ ആദില നൂറയുടെ ക്യാരക്ടർ. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആദ്യം ഷാനവാസിക്കയോട് കൂട്ടുകൂടി, പിന്നീട് അത് കഴിഞ്ഞ ശേഷം ഷാനവാസിക്ക പിണങ്ങി, പിന്നെ അതിനുശേഷം വീണ്ടും ഷാനവാസിക്കയോട് അടുത്തു, അതിനുശേഷം വീണ്ടും ലാലേട്ടൻ പറഞ്ഞു ഇപ്പോൾ വീണ്ടും പിന്നെ ഷാനവാസിക്കയോട് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകുന്നത് വീണ്ടും ഷാനവാസിക്കയോട് പിണങ്ങി. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ഇവർ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇവർ ഭയങ്കര ഇഷ്ടമാണ്. ഇവരെന്തുകൊണ്ടാണ് ഇവരങ്ങനെ നിൽക്കുന്നത്? ഇവരിപ്പോൾ അനിമോളുടെ വോട്ട് കൊണ്ടാണ് നൂറ, അത് ഇത്രയും ദിവസം നൂറ അനിമോളുമായിട്ട് നൂറ അതിലെ കൂട്ടുകൂടി. എന്തുകൊണ്ടാണ്? അനിമോള് നോമിനേഷനില്ല. അപ്പോൾ അനിമോളുടെ സപ്പോർട്ടേഴ്സ് മുഴുവൻ പിന്നെ നൂറക്ക് അതിലേക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നൂറ ഈ തേർഡ് പൊസിഷനിലെ ഫോർത്തിലൊക്കെ അൺഒഫീഷ്യൽ പോളിങ്ങിൽ വന്ന് കിടക്കുന്നത്. അല്ലെങ്കിൽ നൂറയ്ക്ക് ആരാണ് വോട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ നൂറയുടെയൊക്കെ ക്യാരക്ടറും അതുപോലെ തന്നെ നൂറയ്ക്ക് എന്ത് ഗെയിമാണ്? ചുമ്മാതെ കുറേ ലിഫ്റ്റിക്കും വാരി തേച്ച് കുറേ മേക്കപ്പ് ഇട്ട് വന്നിരുന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഒരു ഗെയിമറാവുമോ? ഗെയിമിനൊന്നും സൗന്ദര്യമൊന്നും വേണ്ട. അത്യാവശ്യം മുഖത്ത് ആൾക്കാർ കാണുമ്പോൾ ഉള്ള ഒരു പുഞ്ചിരിച്ചാൽ തന്നെ ഏതൊരു സ്ത്രീക്കും പുരുഷനും നമ്മളൊന്ന് ചിരിച്ചാൽ തന്നെ അതൊരു സൗന്ദര്യമാണ്. അതിന് പ്രത്യേകമായി സൗന്ദര്യം. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ആർട്ടിഫിഷ്യലായിട്ടുള്ള മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരങ്ങനെ ക്യൂട്ട്നെസ് വാരി വിതറുക, ഒരു പിന്നെ കാൽ ജെട്ടിയും പിന്നെ ഒരു എന്താ പറയുക നിക്കറ്, ഒരു ഹാഫ് പോലും ഇല്ല, ഒരു തുട വരെയുള്ള നിക്കറും ഇട്ട് ഒരു ഉടുപ്പും ഇട്ട് ഈ നടക്കുമ്പോൾ ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെടും എന്നുള്ള ധാരണ, അത് കണ്ടിട്ട് കുറേ യങ്സ്റ്റേഴ്സ് വോട്ട് ചെയ്യും എന്നുള്ള ധാരണയിലാണ് ഇവരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാത്രിയിൽ ഇതായിരുന്നു ഇവരെ ചർച്ചയാണ്. ഇവർ രണ്ടുപേരും കൂടി ഗെയിം പ്ലാൻ ചെയ്യുന്നു, ആരെ തകർക്കണം, പിന്നെ നമ്മുടെ ഇവളെ ചീത്ത പറയുന്നു. അനിമോളെ ഇന്നലെ രാത്രി തന്നെ കുലസ്ത്രീ കുണുമോള്, ഇവള് പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പോയി കിടന്നു. അനിമോൾ ഇന്നലെ രാത്രി മുഴുവൻ മിണ്ടായിരുന്ന അനിമോൾ വീണ്ടും അവരെ ഒട്ടിച്ചെല്ലുന്നു. അപ്പോൾ അവരെന്താണ് വിചാരിക്കുന്നത്? ഇവരുണ്ടെങ്കിലേ അനിമോൾക്ക് നിൽക്കാൻ പറ്റൂ. അനിമോളെ സംബന്ധിച്ചുള്ള അനിമോൾ വിചാരിക്കുന്നത് ഞാൻ മിണ്ടാതിരുന്ന ഇവർക്ക് സങ്കടമാവുമോ, ഞാൻ മിണ്ടായിരുന്നവർക്ക് വിഷമാവും. അങ്ങനെ എന്തിനാണ് അനിമോൾ വിചാരിക്കുന്നതാണ് എൻ്റെ ഒരു ചിന്താഗതി കേട്ടോ. കാരണം അനിമോൾ ഗെയിം കളിക്കാനല്ലേ വന്നത്. അനിമോൾക്ക് മനസ്സിലാക്കിക്കൂടെ ഇവർ മിണ്ടാതിരുന്ന് ഇത്രമാത്രം ഇവർ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിയാണ്, കുറ്റങ്ങൾ നമുക്ക് പറയാം. അത് പറയുന്നതിനൊരു നമുക്കൊരു സമയമുണ്ട്. എല്ലാവരും നമ്മളെ കുത്തി കീറുന്ന സമയത്ത്, നമ്മളെ വലിച്ചു കീറുന്ന സമയത്ത് ആ വലിച്ചു കീറലേക്ക് ചൂടുവെള്ളം അല്ലെങ്കിൽ മുളക് കലക്കി ഒഴിക്കുന്ന സ്വഭാവം നമ്മൾ ഫ്രണ്ട്ഷിപ്പിൽ കാണിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന യഥാർത്ഥമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അതിന് വാല്യൂ ഉണ്ട് അല്ലേ? ഏതൊരു ബന്ധത്തിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ടാവണം. അല്ലാണ്ട് ആൾക്കാർ കഴുകനെ പോലെ ആൾക്കാർ കൊത്തി വലിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി കലക്കി ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ നീറ്റിൽ എന്തായിരിക്കും? അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇവരങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. അത് അനിമോൾക്ക് മനസ്സിലായിക്കൂടെ? അങ്ങനെ ചെയ്യുന്നവർ ഒരിക്കലും ഒരു യഥാർത്ഥ ഫ്രണ്ട്സ് അല്ല എന്ന് മനസ്സിലാക്കാതെ വീണ്ടും ഇന്നലെ രാത്രി അവരോട് കൂടാൻ പോയി. ഇന്ന് രാവിലെ എന്താണ് സംഭവിച്ചത്? നോമിനേഷൻ സമയത്ത് ഈ ആദിലയും നൂറയും അനിമോളെ പറയാൻ ഇനി ഒന്നുമില്ല. എന്തൊക്കെയാണ് പറഞ്ഞത്? പിന്നെ അവൾ അങ്ങനെ എടുത്തതും ഇങ്ങനെ എടുത്തതും. അതിനുശേഷം ആ ഒരു നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടി സോഫയിൽ ഇരുന്നിട്ട് അനിമോളെ പറയുകയാണ്, അവൾ കുണുസ്ത്രീ, അവൾ കുലസ്ത്രീ, അവൾ പിന്നെ ആഹാരം എന്താ പറയണേ, പിന്നെ അവൾ പൊതിച്ചോറ് കെട്ടി കൊടുക്കുന്നെന്ന് പറയുന്നു, പൊതിച്ചോറ് കെട്ടി കൊടുക്കുന്നു എന്ന് പറയുന്നു. പിന്നെ എന്താ പറയണേ, എന്നിട്ട് അത് വിളിച്ചു പറയുന്നു അങ്ങനെ ഉള്ളവളാണ് ഫുഡ് കൊടുക്കാത്തവൾ. എന്തൊരു മോശമായിട്ടെന്നറിയാം, വളരെ മോശമായിട്ട്. ഞാൻ കേട്ടിട്ട് ഞാൻ വിചാരിച്ചു വേണ്ട റെക്കോർഡ് ചെയ്യേണ്ട, കാരണം എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു. നമ്മൾ അന്ധ ഫാൻസ് ആയതുകൊണ്ടൊന്നുമല്ല. ഇപ്പോൾ അനിമോളുടെ അന്ധ ഫാൻസ് എന്ന് ഈ വീഡിയോ കേൾക്കുന്നവർ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഞാൻ അനീഷേട്ടനെയും അനിമോളെയും അതുപോലെ ഷാനുക്കയും ആദ്യം മുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അവർ തെറ്റ് ചെയ്താലും ഞാൻ അപ്പോഴും തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അനീഷേട്ടൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സ്വഭാവം നമുക്കിഷ്ടമില്ല. അല്ലാതെ പുള്ളി ഒരു തെറ്റും ചെയ്യുന്നില്ല. ഷാനുക്കയുടെ ചില സമയത്ത് ഈ ഒരു പിള്ളേരുമായിട്ട് ഈ ലെസ്ബിയൻ ഗേൾസുമായിട്ട് ഇങ്ങനെ കിടന്ന് കൂടിയിട്ട്
അനീഷിനെ ആയാലും മറ്റുള്ളവരെ ആയാലും വഴക്ക് പറഞ്ഞപ്പോൾ നമ്മൾ ഷാനൂക്കെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് അനുമോളെ അവർ ടാർഗറ്റ് ചെയ്ത് ഈ അനുമോളുടെ സ്ഥാനത്തേക്ക് നൂറ എന്ന് പറയുന്ന വ്യക്തിക്ക് കയറാനുള്ള ഒരു ഇതുണ്ടാക്കുവാണ് അവർ. നൂറ എന്ന് പറയുന്ന വ്യക്തിക്ക് അനുമോളുടെ സ്ഥാനത്തേക്ക് കയറണം, അനുമോളെ അത്രമാത്രം മോശമാക്കണം പ്രേക്ഷകരുടെ ഇടയിലേക്ക്. അതാണ് ഇവരുടെ സ്ട്രാറ്റജി. എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെ എല്ലാവരെയും കാട്ടി ഈ ബാക്കിയുള്ള 7 കണ്ടസ്റ്റൻറ്റിനെയും കാട്ടി ഏറ്റവും ക്രൂക്കഡായിട്ട് അനുമോൾക്കെതിരെ കളിക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്. ഇവരുടെ ഗെയിം എന്ന് പറയുന്ന പുറത്തേക്ക് ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുവാണ്. മറ്റുള്ളവർ പറയുമ്പോൾ അവരെ കൂടെ നിന്ന് അനുമോളെ മോശമാക്കാം. അപ്പോൾ ഇവരും കൂടി പറയുമ്പോൾ ഏറ്റവും അടുത്ത കൂട്ടുകാരികൾ, അന്ന് ശൈത്യ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞില്ലേ സ്വന്തം കൂട്ടുകാരികൾ വരെ പറയുന്നു ഇവർ മോശമാണെന്ന്. അങ്ങനെയുള്ള പിന്നിൽ നിന്ന് കുത്താണ് ഇവരുടെ എന്ന് പറഞ്ഞാൽ പക്ക വഞ്ചന, പക്ക ചീറ്റിംഗ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇതിനെയൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു റിലേഷനും ഒരു ബന്ധത്തിന് 1% പോലും വാല്യൂ കൊടുക്കാത്ത പിള്ളേരാണ് ഇവർ, ഈ 2 കുട്ടികൾ. കാരണം അവരുടെ മാതാപിതാക്കൾക്ക് പോലും അവരൊരു 1% വാല്യൂ കൊടുത്തിട്ടില്ല. എന്നിട്ട് അവർ ഭയങ്കരമായ ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. അവർ വിചാരിക്കുന്ന ഇതെല്ലാം അങ്ങ് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കുന്നു. ഇവർ ഷാനവാസിക്കാടെ കൂടെ നിന്ന് കുറേ നാൾ ഇത്രയും നാൾ നിൽക്കാൻ പറ്റി, അതിനുശേഷം അനുമോളുടെ കൂടെ നിന്ന് ഇത്രയും കാലം നിൽക്കാൻ പറ്റി. അവർ അങ്ങനെ മറ്റുള്ളവരെ ചാരി ഇത്തിൽ കണ്ണി പോലെയാണ് ഇത്രയും നാൾ നിന്ന്. ഇനി അങ്ങോട്ട് നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇന്നലെ രാത്രി ഇരുന്ന് പണപ്പെട്ടി ുമായിട്ട് ബന്ധപ്പെട്ട് കൂലങ്കുഷമായി ചർച്ച നടത്തുവാണ്. അക്ബറും ആര്യനും പറയുന്നു നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒറ്റ വീട്ടിലേക്കല്ലേ കൊണ്ടുപോകുന്നത്. അപ്പോൾ രണ്ടുപേരും വരുവാണെങ്കിൽ ഒരാൾ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകണം, ഒരാൾ ടോപ്പ് 5-ൽ എത്തിയിട്ട് എന്താണെന്ന് വെച്ചാൽ കപ്പും കിട്ടുമല്ലോ എന്ന് ആര്യനും അക്ബറോട് പറയുന്നു. അതിട്ടൊരാക്കും കൂടിയാണ്, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഇവർ രണ്ടുപേരും ഒന്നാണല്ലോ ഒറ്റ വീട്ടിലോട്ടല്ലേ പോണത്. ഇവർ ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ടാണല്ലോ കയറിയത്. പിന്നീടാണല്ലോ ബിഗ് ബോസ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് നേരത്തെ ഒരാളിനെ പുറത്താക്കിയിട്ട് ഒരാളുടെ ഗെയിം ഞങ്ങൾക്ക് കാണിച്ചു തരണമായിരുന്നു. ഇവരിപ്പോൾ രണ്ടുപേരും കൂടി ഗെയിമും കളിക്കുന്നില്ല. ഇവർ തമ്മിലുള്ള സ്ട്രാറ്റജി, ഇവർ തമ്മിലുള്ള കൂലങ്കുഷമായ ഡിസ്കഷനും പ്ലാനും ഇതൊക്കെയാണ് നമ്മൾ രാത്രി മുഴുവൻ കാണുന്നത്. എന്തിനാണ് അങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവരുടെ രണ്ടുപേരുടെ ഒരാളുടെ ഗെയിമാണ് നമുക്ക് കാണേണ്ടത്. ഏതെങ്കിലും ഒരാളെ ഔട്ടാക്കിയിട്ട് ഒരാളുടെ ഗെയിമായിരുന്നു നമുക്ക് കാണേണ്ടത്. അത് ഇവർ ചെയ്യുന്നില്ല. എന്നിട്ട് പിന്നെ അതിന് ശേഷം ഇവർ പണപ്പെട്ടി എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ രാത്രി ഇരുന്ന് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നത് നീ സ്ട്രോങ് പ്ലെയർ അല്ലേ, നിനക്ക് ഫൈനൽ 5-ൽ എത്തിയിട്ട് ചിലപ്പോൾ കപ്പ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അപ്പോൾ ആദില പറയുന്നത് അല്ല നൂറയാണ് സ്ട്രോങ്, അപ്പോൾ നിനക്ക് കപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാം. എങ്ങനെയുണ്ട്? പണപ്പെട്ടി വരെ എത്തി. അവിടെ മാന്യമായിട്ടും മര്യാദയ്ക്കും ഒരു കുഴപ്പമില്ലാതെ കളിക്കുന്ന ആൾക്കാരെ നിൽക്കുമ്പോഴാണ് ഇവർ പണപ്പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. മറ്റുള്ളവരുടെ ഇത്തിൽ കണ്ണിയായിട്ട് അവിടെ ഇത്രയും കാലം നിന്ന ഈ പെമ്പിള്ളേർ പണപ്പെട്ടിയായിട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെയാണ് തിങ്ക് ചെയ്യുന്നത്. ഇത്രമാത്രം പിന്നിൽ നിന്ന് കുത്തുന്ന 2 മനുഷ്യർ. സത്യം പറഞ്ഞാൽ ശൈത്യ ഇതിലും ഭേദമായിരുന്നു കേട്ടോ. ശൈത്യ നമ്മൾ പിന്നിൽ നിന്ന് കുത്തി കട്ടപ്പ എന്നൊക്കെ പറഞ്ഞെങ്കിലും ശരിയാണ്, പിന്നിൽ നിന്ന് കുത്തി. പക്ഷെ അതിനെക്കാട്ടൊക്കെ എത്രയോ ഡേഞ്ചറാണെന്നറിയാം ഈ പെമ്പിള്ളേർ. വളരെ മോശം. ചുമ്മാ ഇവരെ സ്വന്തം വീട്ടിൽ കയറ്റാത്തത് ഞാൻ ഇപ്പോഴാണ് അത് ആലോചിക്കുന്നത്. സ്വന്തം വീട്ടിൽ ഒരു കാരണവശാലും കയറ്റാത്ത ആൾക്കാരാണ് മറ്റുള്ളവരെ വീട്ടിൽ കയറണമെന്ന് പറയുന്നത്. മറ്റുള്ളവർ കയറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടുന്നത്? സ്വന്തം വീട്ടിൽ ആദ്യം സ്വന്തം അവനവൻ്റെ മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ, അല്ല അവനവൻ്റെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. പ്രസവിച്ച സ്വന്തം മാതാവ് പോലും അംഗീകരിക്കാത്ത ഈ പെൺപിള്ളേരെ പിന്നെ നാട്ടുകാർ എങ്ങനെയാണ് അംഗീകരിക്കുക? എന്നിട്ട് പറഞ്ഞാൽ മതി, എന്നിട്ട് അവരെ കുറ്റം പറഞ്ഞാൽ മതി. അവരെ ഇത്രയും മോശമായിട്ടുള്ള സോഷ്യൽ മീഡിയ വഴി ഇവർ തന്നെ ഇവരുടെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഇവർ സ്വന്തം മാതാപിതാക്കളെ വളരെ മോശമായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വളരെ മോശമായിട്ട്. അത്തരത്തിലുള്ള ഈ പെൺപിള്ളേരെയൊക്കെ നമുക്ക് എങ്ങനെ വീട്ടിൽ കയറ്റാൻ പറ്റും? ലാലേട്ടൻ കയറ്റിക്കോട്ടെ, അത് ലാലേട്ടൻ്റെ കാര്യം. കാണാം, ലാലേട്ടൻ്റെ വീട്ടിലോട്ട് ചെന്ന് കയറ്, അപ്പോൾ അറിയാം. ലാലേട്ടൻ ഇരുന്ന് പ്രേക്ഷക ലക്ഷങ്ങൾ കാണുന്നില്ലേ, ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടന് ആവേശം കൊള്ളാം. പക്ഷേ ഇതുങ്ങളൊക്കെ വീട്ടിൽ കയറ്റിയാലുള്ള അവസ്ഥ നമ്മൾ കണ്ടില്ലേ. പാത്രം കഴിയ വെള്ളം ഒരു മര്യാദകളുള്ളൊരു ചെറുപ്പക്കാരൻ്റെ പുറത്തേക്ക് കോരി ഒഴിക്കുന്നതും, അയാളെ മറ്റേ മോനെന്ന് വിളിക്കുന്നതും, അയാളെ പറയാൻ പറ്റത്തില്ല തെറി വിളിക്കുന്നതും, അയാളെ ഉപദ്രവിക്കാവുന്നതിൻ്റെ മുഴുവൻ എല്ലാ ദിവസവും ഉപദ്രവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. അതിനകത്ത് നന്മമരം ചമയൻ അതിൻ്റെ ഇടയ്ക്ക് നൂറായി. അപ്പോൾ ഒന്നിൽ നൂറ കയറിപ്പോണം, ഒന്നിൽ ആതിര കയറിപ്പോണം. അവരുടെ സ്ട്രാറ്റജി അതാണ്. ആരെങ്കിലും ഒരാൾ കയറിപ്പോണം. ഇപ്പോൾ 75 ദിവസമായാലും നല്ല ലക്ഷക്കണക്കിന് രൂപ കിട്ടിക്കാണും. ഒരു ദിവസം ഇത്ര രൂപ പേയ്മെൻറ്റ് വെച്ച് തന്നെ പിന്നെ ബാക്കിയുള്ള പരസ്യങ്ങളുണ്ട്. ഇപ്പം ഈ നിങ്ങൾ കാണുന്നില്ലേ, ഇപ്പോഴാണെങ്കിൽ സ്പോൺസർ ടാസ്കുകൾ